നമസ്കാരം, ഞാൻ മൃണാൾ. കോട്ടയത്തെ ബെസ്റ്റ് ഹോട്ടൽ പൂട്ടാൻ പോവുകയാണെന്ന് ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞു. ഈ ബ്ലോഗിൽ ഞാൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ഫൈനലായിട്ട് ഞാൻ അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്, അവരുടെ ഒരു സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട്. അതുപോലെ ഇതിൻ്റെ അവസാനം അതിൻ്റെ ഓണറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് പൂട്ടുന്നത്. ഈ റോളിനകത്തെ സ്റ്റഫിങ് ചൈനീസ് സ്റ്റൈലാണ്. വേറെ ബുദ്ധിയാണ്. ഓ, ഇതിങ്ങനെ കഴിക്കാം എത്ര വേണമെങ്കിലും. ഇവരെന്തിനാ ഇത് പൂട്ടുന്നത്? ആ ക്യാരറ്റും ഈ ഒരു ഉരുളക്കിഴങ്ങും ഏലക്ക ടെസ്റ്റു. ഏലക്ക മാത്രമേ ഉള്ളൂ. ഗരം മസാല ഉണ്ട്, പക്ഷെ ഏലക്കയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് കോട്ടയം പട്ടണത്തിൻ്റെ സാധനമാണ്. അതെ, ഈ തക്കാളി, ഈ ക്യാരറ്റ്, ഈ ഉരുളക്കിഴങ്ങ് നമ്മളിതിനെ മൂന്നായിട്ടൊക്കെ പിടിച്ചാലേ അതാ ശരാ മട്ടർ. ഇത് പൂട്ടുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഒരു ഉള്ളി, ഇത് പൂട്ടാൻ പാടില്ല. പൂട്ടുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. അതിനെ ചാലഞ്ച് ചെയ്യാൻ ഞാൻ ആരുമല്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ഈ ഈ കാണുന്ന ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കോരിയെടുക്കുകയാണ്. കണ്ടോ, ഇതെങ്ങനെയാണ് പൂട്ടുക? എത്ര മോശം കടകളുണ്ട് ഈ ലോകത്ത്, അതൊന്നും പൂട്ടുന്നില്ലല്ലോ. നല്ല കടകൾ പൂട്ടുക. അപ്പം കണ്ടോ, നടുവിൽ എന്ത് മൃദുലാന്ന് നോക്ക്. നമ്മളിങ്ങനെ സ്റ്റൂല് മുക്കി, ചുമ്മാ മുക്കി, ഫുൾ അബ്സോർബ് ചെയ്തേ. എടാ,
എനിക്കിത് കഴിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്, പക്ഷേ നാളെ ഇത് കഴിക്കാൻ കിട്ടൂലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. എവനെ അറ്റത്തുള്ളവനെ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പിടിക്കുക. ഇതിനകത്ത് കംപ്ലീറ്റ് ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഉണ്ട്. കാണാമനെ ഇത്രയും കൊല്ലത്തെ പാരമ്പര്യമുള്ള കട, 60-80 കൊല്ലം കൂട്ടുക, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം. എന്തു പറയാം, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ എന്തു പറയാം. ഇച്ചിരി നമ്മുടെ സാധാ നാടൻ റൈസും മീൻകറി. ഇതാണ് കോട്ടയം മീൻകറി. ചേര മതി 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 മതി. അറുപത് കൊല്ലത്തെ അല്ലെങ്കിൽ 60-ൽ കൂടുതൽ കൊല്ലത്തെ പാരമ്പര്യത്തിനാണ് ഞാൻ ഈ കുഴയ്ക്കുന്നത്. ഇനി ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല കോട്ടയം മീൻകറിക്കകത്ത് കിടന്ന കൊടംപുളി എടുത്ത് കഴിച്ചാണല്ലോ ഇങ്ങനെ ഇലക്ട്രിഫൈങ് ആയിട്ട് തോന്നും. മോനെ ഇത് മീൻകറിയുടെ സൈഡാ, സഹിക്കാൻ പറ്റൂല. ഇതൊക്കെ ലെജൻഡറി സാധനങ്ങളാണ്. കാന്താരി ഉപ്പേരി കണ്ടോ, ക്യാബേജ് അല്ല കായ ഉപ്പേരിയാണ്, കൊള്ളാവുന്ന ഉപ്പേരി. ഇത് ശരിയല്ല, ഇത്രയും നല്ല റെസ്റ്റോറൻറ്റ് പൂട്ടാൻ പാടില്ല. ഇറ്റ് നോട്ട് ഫെയർ. എരിവുണ്ട്, അതിന് കോട്ടയത്തിൻ്റെ ഒരു ടേസ്റ്റാണ്, കോട്ടയത്തിൻ്റെ ഒരു ആത്മാവാണ്. ഇച്ചിരി ഉപ്പേരി ഇട്ടിരിക്കട്ടെ, ഒരു മീനിൻ്റെ കഷ്ണം ഇട്ടിരിക്കട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, എനിക്ക് കോട്ടയത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും അറിയില്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും നല്ലൊരു ഊണ് ഉച്ചയ്ക്ക് കിട്ടുന്നൊരു സ്ഥലം ഇത് പൂട്ടിക്കഴിഞ്ഞാൽ ഏതാ നോൺ വെജിറ്റേറിയൻ ഊണ്? കോടിമതിയിൽ ആ സംഭവമുണ്ട്, പക്ഷേ കോട്ടയം ടൗണിൻ്റെ ഉള്ളിൽ
ഈ ബസ് സ്റ്റാൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധാരണക്കാർ വരിക. അവർക്ക് അങ്ങനെ ദൂരത്തേക്കൊക്കെ പോകാൻ പറ്റുമോ? കോട്ടയം ടൗണിൽ ഏതാ ചെറിയ വിലക്ക് നല്ല ഊണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇതേ നോക്ക്, ഇപ്പം എൻ്റെ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി, ആഘോഷിക്കണമെന്നുണ്ടാവില്ലേ? നമ്മളിവിടെ വന്ന് ഈ ചിക്കനൊക്കെ മേടിച്ച് കുറച്ച് പൊറോട്ടയൊക്കെ മേടിച്ച് അല്ലേ? അങ്ങനത്തെ ഒരു സാധാരണ സ്ഥലം ഇനി ഏതാ? ഇവിടെ ഒരുപാട് ഡിസേർട്ട്സ് ഉണ്ട്. ഇത് അതിൽ ജസ്റ്റ് ഒന്ന് മാത്രമാണ്. ഇവിടുത്തെ വേറെ 2 ഡിസേർട്ട്സ് ഞാൻ മുമ്പ് എപ്പോഴും ഇവിടെ ബ്ലോഗ് ചെയ്തപ്പം ചെയ്തിട്ടുണ്ട്, അവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ എത്ര കൂതർ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ കോട്ടയത്ത്. അതൊന്നും ആരും പൂട്ടുന്നില്ല. നല്ല എണ്ണം പൂട്ടുക. ഇത് ഭക്ഷണപ്രേമികൾക്കുള്ളൊരു തിരിച്ചടിയാണുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രവിശേഷിച്ചാലോ ഫ്രണ്ടിൽ കേരളം കത്തിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ പരിപാടി നടക്കുമോ? നടക്കില്ല അല്ലേ? എന്താ ചെയ്യുക? എനിക്ക് നല്ല വിഷമമുണ്ട്. നോക്കോ, എന്തുകൊണ്ടാണ് ഇത് പൂട്ടാൻ തീരുമാനിച്ചത്? ഒന്നാമത് എനിക്ക് 75 വയസ്സായി, കുട്ടികളെല്ലാം പുറത്താണ്, പിന്നെ ആരും ഏറ്റെടുക്കാൻ വേറെ ആരുമില്ല. എൻ്റെ നെവ്യൂസോ നീസസോ കുട്ടികൾക്ക് ആർക്കും താല്പര്യമില്ല. കുടുംബത്തിൽ ആരുമില്ല. കുടുംബത്തിൽ ആർക്കും താല്പര്യമില്ല. എല്ലാവരും വളരെ നല്ല രീതിയിൽ സെറ്റിൽഡ്. എന്നെക്കാട്ടും നല്ല രീതിയിൽ സെറ്റിൽഡാണ്. അതുകൊണ്ട് അവർക്ക് ഞാനീ ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ അതും കണ്ടു കാണും. 1-2 വർഷമായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? 3 വർഷമായിട്ട് കമ്പാരിറ്റീവ്ലി സെയിൽസ് നേരത്തെ ഉള്ള, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു 300 ഡീൽസ് പോകുന്നൊരു സ്ഥലമായിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്ത് വന്ന് 200ആയി. ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് അത് 50ആയി. ഈ നോട്ട് നിരോധനം, GST അതൊക്കെയാണോ ബാധിച്ചത്? നോട്ട് നിരോധനം തീർച്ചയായിട്ടും ബാധിച്ച് കാണണം. പിന്നെ GST ഉണ്ട്, ഒരു കണക്ക് വരെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പാൻഡമിക് വന്നു, പ്രളയം വന്നു, കംപ്ലീറ്റ് ക്ലോസായി. പാൻഡമിക് വന്നതോടെ ഈ ഒരു 30-35 ഊണ് വിറ്റാൽ എന്ത് ചെയ്യാൻ? അതേ സ്റ്റാഫും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മാസം ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകാൻ എത്ര രൂപ നഷ്ടം, കൈ നഷ്ടം വരും? കയ്യിൽ ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് മാസത്തിൽ ഒരിക്കൽ ഒരു 3 ലക്ഷം രൂപ. അത് എല്ലാം നമ്മൾ ഈ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട സകല ആനുകൂല്യങ്ങളും കുറയ്ക്കാതെ അതേ രീതിയിൽ കൊടുക്കുമ്പോൾ. ഈ തൊഴിലാളികളെ പൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് അവരെ ഒരു പകുതി ആൾക്കാരെ ഞാൻ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അബ്സോർബ് ചെയ്യാൻ, വേറെ ഹോട്ടലുകളും തിരിച്ചെടുക്കാൻ. നിങ്ങൾ പിന്നെ ബേക്കറി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ബേക്കറി കണ്ടിന്യൂ അവരെ ഞങ്ങൾ എടുക്കും. അതുകൊണ്ട് ബേക്കറി ഏത് പേരിലായിരിക്കും? ബെസ്റ്റ് ബേക്കറി, മമ്പള്ളീസ് ബെസ്റ്റ് ബേക്കറി. പകുതി പേരെ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും, ബാക്കി പകുതി പേര് അവർ ജോലി കണ്ടുപിടിക്കണം. അവർക്ക് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കും. ഈ മാമ്പള്ളി കഥയൊന്ന് പറയും. മാമ്പള്ളി തലശ്ശേരിയിലാണ് തുടങ്ങിയത് 1880. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അങ്കിളാണ് തുടങ്ങിയത്, മമ്പള്ളി ബാപ്പു എന്ന് പറഞ്ഞത്. അദ്ദേഹം ഫേമസ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ്സും മറ്റ് ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വിൽക്കുന്നത്. ഈ കേക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. കേക്ക് ഈ ഇംഗ്ലീഷ് ക്ലബ്സിലും പോർച്ചുഗീസുകാരുടെ ക്ലബ്സിലും ഒക്കെ കേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ ഒരു സായിപ്പ് ഒരു പ്രാവശ്യം ഇംഗ്ലണ്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം എല്ലാ ആഴ്ചയിലും കപ്പൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനകത്തൊരു കപ്പലിൽ ഒരു സായിപ്പ് പ്ലം കേക്ക് കൊണ്ടുവന്നു, നല്ല ഒരു റിച്ച് പ്ലം കേക്ക്. അത് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം കുറച്ച് നോക്കി
എല്ലാം പറഞ്ഞ് നോക്കട്ടെ, ഞാൻ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് സായിപ്പ് തിരിച്ചു വന്നപ്പം സായിപ്പ് എടുത്ത് രുചിച്ച് നോക്കിയിട്ട് അന്നേരേ പറഞ്ഞു എക്സലൻറ്റ് കേക്ക്, എക്സലൻറ്റ് കേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം തന്നെ ഒരു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഒരു 10 കേക്ക് ഓർഡർ ചെയ്തു. അന്ന് ഈ ഇംഗ്ലീഷ് ഫാമിലീസ് കുറേ ഉണ്ടല്ലോ തലശ്ശേരിയിൽ, ക്രിക്കറ്റ് സർക്കസ് കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതെ അതെ, തലശ്ശേരി ഒരു വലിയ കോടതി ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ അല്ലേ? അതെ, തലശ്ശേരി ആയിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്, ഇംഗ്ലീഷ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നല്ലോ സൗത്ത് ഇന്ത്യയിൽ. കോടതി ഉണ്ടായിരുന്നു. കേക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതെ, ബ്രെഡ് പോലെ. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്, കളരിപ്പയറ്റ്, പിന്നെ ബിരിയാണി, അതെ അതെ അതെ, എല്ലാം തലശ്ശേരിയാണ്. അപ്പൊ അതിന്റെ ഒരു പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ? ആണ്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ അങ്കിള്. അപ്പൊ ഈ കൊച്ചിൻ ബേക്കറിയും ഒക്കെ നിങ്ങളുടെ ഒരു, അവര് എൻ്റെ ഗ്രാൻഡ് മദറിന്റെ സിസ്റ്ററിന്റെ മക്കളാണ്. അപ്പൊ കേരളം മുഴുവൻ കേക്ക് വിൽക്കുന്ന ആൾക്കാർ ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തില് ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ബെസ്റ്റ് ഹോട്ടൽ എന്നുള്ളൊരു പേര്, ബെസ്റ്റ് ബേക്കറി മാത്രമാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ബെസ്റ്റ് ഹോട്ടൽ എന്നുള്ള പേര് എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കണ്ടിന്യൂ ചെയ്യുമോ, വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ? അത് വേറെ ആൾക്കാർ പലരും വന്ന് ചോദിച്ചു. പക്ഷേ ആദ്യത്തെ അവസരം ഞങ്ങൾക്ക് ജോസ്കോയിലാണ് കൊടുക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അത് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നാൽ അത് അവർ ഉപയോഗിക്കും, അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കും. അപ്പോൾ ജോസ്കോയ്ക്കാണ് ഇത് നിങ്ങൾ വിറ്റത്? അതെ അതെ. അപ്പോൾ അവരിത് ഈ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുമോ? അല്ല, അവർ പൊളിക്കാനാണ് ഉദ്ദേശം. തൊട്ടടുത്ത കോമ്പൗണ്ട് അവരുടെയാണ്. അപ്പോൾ അവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിന് അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ബേക്കറി മാറും. ആരെങ്കിലും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിരുന്നെങ്കിൽ കുടുംബത്തിലും വന്നായിരുന്നു? ഇഷ്ടംപോലെ ആൾക്കാർ വന്നായിരുന്നു, കുടുംബത്തിന് പുറത്ത്. പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, അവർ വാടകയ്ക്ക് ലീസിന് വാടക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഔട്ട്റൈറ്റ് സെയിലിനെ നോക്കുന്നുള്ളൂ. കാരണം നമുക്ക് അവർ നമ്മുടെ ഗുഡ് വിൽ എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല. ഒരു കാലത്ത്, അതായത് നിങ്ങളിപ്പോൾ 80 കൊല്ലത്തോളത്തെ ഒരു ഹിസ്റ്ററി ഇല്ലേ? അതെ അല്ലേ? റെസ്റ്റോറൻറ്റിന് ഒരു 60 കൊല്ലത്തെ ഹിസ്റ്ററി അല്ല, 60 കൂടുതലുണ്ടല്ലോ. 60 കൂടുതൽ. അപ്പോൾ ഇത്രയും കാലം സാധാരണ മനുഷ്യന്മാർ ഇത് മനസ്സിൽ കൊണ്ടുവരുന്ന സംഭവമല്ലേ? അതെ. ഒരു ദിവസം രാവിലെ ഇത് ഇല്ലാതാകുമ്പോൾ അവരുടെ കാര്യം കഷ്ടത്തിലായി. വലിയ വിഷമം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പലരും. പ്രത്യേകിച്ച് ഞാനിത് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ മനോരമയിലെയും ആൾക്കാർ ഇത് മീഡിയയിൽ കൊണ്ടുവന്നപ്പം വാസ്തവത്തിൽ അതിന് കിട്ടിയ ഒരു പ്രചരണം വാസ്തവത്തിൽ എനിക്കും വളരെ ഫീൽ ചെയ്തു. ഞാൻ അന്നേരമാണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ആലോചിക്കുന്നത്. പലരും എന്നെ വിളിച്ച് ചോദിച്ചു എന്തിനാണ് അങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്ക് പക്ഷെ വേറെ വഴിയില്ല. ഫൈനാൻഷ്യൽ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ സേവിങ്സ് പോവുക. ഞാൻ ഈ പ്രായമായെന്ന് വെച്ചാൽ എൻ്റെ സേവിങ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു ഇൻഹെറിറ്റൻസ് ആരുമില്ല, നോക്കാൻ ആരുമില്ല. ഇനിയൊരു ഈ ബെസ്റ്റ് ഹോട്ടൽ അല്ല ബെസ്റ്റ് ബേക്കറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡുമായിട്ട് ബേക്കറി മാറുകയാണല്ലോ. ബേക്കറിയിൽ ഫാബുലസ് പ്രോഡക്ട്സ്. അപ്പോൾ അതാരാ മാനേജ് ചെയ്യുക? അത് ഞാൻ എൻ്റെ വീടിൻ്റെ നേരെ പുറയിലാണ് ഇത്, ബോർമ. അപ്പം ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ഞാനും ഉണ്ടാവും, എൻ്റെ വൈഫും ഉണ്ടാവും. ഞങ്ങൾ മാനേജ് ചെയ്യും. ഞങ്ങൾക്ക് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഞങ്ങളുടേതായ ഔട്ട്ലെറ്റ്സും പിന്നെ വേറെ ഫ്രാഞ്ചൈസി പോലത്തെ ഔട്ട്ലെറ്റ്സും ഉണ്ട്. അവിടെ സപ്ലൈ, ഞങ്ങൾക്ക് വാൻസ് ഉണ്ട്, 2 വാൻസ് ഉണ്ട്. അതിനകത്ത് സപ്ലൈ ചെയ്യും. അപ്പോൾ അതിന് വലിയ സ്ട്രെയിൻ ഇല്ല. എന്ന് വെച്ചാൽ അതെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ബേക്കേഴ്സാണ് ബേക്കറിയിലുള്ളത്, പ്രായമുള്ളത്. അവർ അത് നോക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അധികം സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5-8 പേരെ കൊണ്ട് എനിക്കത് മുഴുവൻ റൺ ചെയ്യാം. അപ്പോൾ എന്നെപ്പോലുള്ളവരോട് സോറി ഒന്നും പറയാനില്ല, നമുക്ക് ഈ ഭക്ഷണം മിസ് ചെയ്യാണ്. എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ സോറിയും പറയുന്നുണ്ട്. ഇപ്പോഴും ഒരാൾ വന്നു എന്നോട് പറഞ്ഞു മോശമായി പോയി. അല്ല, ഞാൻ പറയുന്നത് ഇതാണ്, ഒന്നിനും കൊള്ളാത്ത പല റെസ്റ്റോറൻറ്റ്സും സുഖമായിട്ട് നടക്കുന്നു. പക്ഷെ വല്ലപ്പോഴും നമ്മൾ കോട്ടയത്ത് വരുമ്പോൾ നല്ല മീൻകറി കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് കൂട്ടാൻ പോകുന്നു. പ്രോബ്ലി അവർക്കൊക്കെ ബിസിനസ് സ്നാക്ക് ഉണ്ടായിരിക്കും, എനിക്കതില്ലായിരിക്കും. ചിലപ്പം അവർ എന്തും സർവൈവ് ചെയ്യാനുള്ളൊരു ടാക്റ്റുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ സർവൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇത്രയും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു നെവ്യൂ കുമരാത്തൂർ റിസോർട്ടിൻ്റെ ജനറൽ മാനേജറാണ്. അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് 200 പേരെ അന്നേരം പറഞ്ഞു. അവരോട് പറഞ്ഞു ഇത് തുറന്ന ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞു.
ഞാൻ വിചാരിച്ചു അതൊരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വെച്ചാൽ അത്രയും ഇത് ഫിനാൻസ് സേവ് ചെയ്തില്ലേ മന്ത്ലി. അത് പോയി പിന്നെ വെറും മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. ഈ റിസോർട്ടിൻ്റെ ഗാർഡനും മറ്റ് റൂംസും എല്ലാം ഒന്ന് മെയിൻ്റെനൻസിൻ്റെ ആ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് വല്ലപ്പോഴും ഉള്ള ബിസിനസ് കൊണ്ട് അതും മേക്കപ്പ് ചെയ്യും. സോ ദാറ്റ് വാസ് സേഫ്. നമുക്കതൊന്നും ചെയ്യാനുള്ള മനസ്സില്ല. അല്ല, അവരുടെ പോലത്തെ ഫണ്ട്സ് നമുക്കില്ലല്ലോ. ഈ 200 പേരെ ഒരുമിച്ച് പെട്ടെന്ന് പറഞ്ഞു വിടാനും അവരോട് തിരിച്ച് വിളിക്കും. പക്ഷേ എനിക്ക് ആ ബുദ്ധി തോന്നിയില്ല. എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു അവർ തിരിച്ചു വരുമെന്ന്. ഇപ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊക്കെ വേറെ ജോലി കിട്ടി പലയിടത്തും, അവർ തിരിച്ചു വരുന്നില്ല. അപ്പം അതൊരു സേഫ് സൈഡാണ്. അതെ അതെ. ഇനി എപ്പോഴെങ്കിലും ഈ ബിസിനസ്സിലോട്ട് തിരിച്ചു വരും. ഏത് ഹോട്ടലോ? അല്ല, അതിനുള്ള സമയമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് എന്താ സമയം ഇങ്ങനെ കിടക്കരുത്. ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ ഇത്രയും കാലം? ഇല്ല, ഞാൻ ഇനി തിരിച്ചു വരില്ല. ഇതിലേക്ക് വരില്ല. എന്നോട് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ പലരും റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് സക്സസ്ഫുള്ളി തിരിച്ചു വന്ന പല കഥകളും ഉണ്ട്. ഇദ്ദേഹത്തിന് പ്രായം കൂടിയ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല മീൻകറി കഴിക്കാൻ പറ്റട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ.